ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയനാണ്. അതായത് കോളിഫ്ലവർ മഞ്ചൂരിയൻ. അപ്പോൾ നമുക്ക് അതിനായിട്ട് അതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടുക. കോളിഫ്ലവർ നന്നായിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കതിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കോളിഫ്ലവറിനുള്ള മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് ബാറ്റർ വേണം. ബാറ്ററിനായി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ, ഒരു 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവറും, അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ചില്ലി പൗഡറും, ദെൻ കുറച്ച് കുരുമുളക് പൊടി. അത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് എടുക്കുന്നത്. ദെൻ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊരു ബാറ്റർ തയ്യാറാക്കുക. അധികം ലൂസാവരുത്, കുറച്ച് തിക്കായ ദോശ ബാറ്ററിൻ്റെ ആ ഒരു തിക്നെസ്സിൽ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മളെ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് മിക്സാക്കാം. ഓക്കെ, കോളിഫ്ലവർ ഇങ്ങനെ മിക്സായി കഴിയുമ്പോൾ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ എല്ലാം അങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് കോളിഫ്ലവർ മിക്സാക്കിയതിന് ശേഷം നമുക്കിത് വറക്കണ്ടേ. അപ്പോൾ വറക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ നിറയെ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, തിരിച്ചു മറിച്ച് വിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ, അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കുക. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നമ്മൾ കോളിഫ്ലവർ എല്ലാം നന്നായിട്ട് വറുത്ത് കോരാം. വറുക്കുന്നത് തിരിച്ചു മറിച്ച് വിട്ടാണ് ഞാൻ വറക്കുന്നത്. വേണമെങ്കിൽ കൂടുതൽ എണ്ണ യൂസ് ചെയ്യാം, ഞാൻ അധികം എണ്ണ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തിരിച്ചു മറിച്ച് വിട്ട് എല്ലാ സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന രീതിയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുകയും ചെയ്യണേ പ്ലീസ്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, നമുക്കതൊരു സന്തോഷമല്ലേ. ഓക്കെ, ദെൻ നന്നായിട്ട് നമുക്ക് ഈ കോളിഫ്ലവറൊക്കെ വറുത്തെടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇനിയാണ് അടുത്ത പരിപാടി. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് വേണ്ട മസാല റെഡിയാക്കണം. മസാല റെഡിയാക്കാനായിട്ട് നമുക്ക് ഒരു വലിയ സവാള, അതായത് വലിയ ഉള്ളി, ദെൻ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഞാനിവിടെ ഇഞ്ചി ഉപയോഗിക്കുന്നില്ല, വെളുത്തുള്ളി യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഞ്ചി യൂസ് ചെയ്യാം, എങ്ങനെയാണ് നിങ്ങളെ ഇഷ്ടം. അപ്പം ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് നോക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ഇതെല്ലാം കൂടി ചോപ്പ് ചെയ്താലും മതി. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ പറഞ്ഞ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒരു മീഡിയം, അതായത് അതിൻ്റെ പച്ചമണം മാറുന്ന ആ ഒരു സ്ട്രക്ചർ മതി. അതായത് നമ്മൾ ചില്ലി ചിക്കനൊക്കെ വഴറ്റൂലേ, ആ ഒരു ടൈപ്പ് പോലെ. നന്നായിട്ട് ബ്രൗൺ കളറൊന്നും വേണ്ട, ജസ്റ്റ് പച്ചമണം മാറിയാൽ മതി. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇനിയാണ് അതിൻ്റെ കലാപരിപാടികൾ. സോസുകൾ വേണം. ആദ്യം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് വേണം, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്, ദെൻ സോയാ സോസ്, ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്. ഈ സോസ് മസ്റ്റാണ് കേട്ടോ. സോസ് മാത്രം ഇട്ടിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഉള്ളിക്ക് പകരം നമുക്ക് സ്പ്രിംഗ് ഒനിയനും വേണേൽ യൂസ് ചെയ്താൽ മതി. അതെൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ സവാള യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം വഴന്നതിന് ശേഷം നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്. അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ അതിനകത്തേക്ക് നമുക്ക് സോയാ സോസാണ്. സോയാ സോസ് നിങ്ങൾ സ്പൂണിലെടുത്താൽ മതി, എന്നോട് കുറച്ച് അല്ലാതെ ഒഴിച്ച് പോകുന്നുണ്ട്. അപ്പോൾ സ്പൂണിൽ എടുത്ത് ഒഴിക്കുക. ദെൻ ഗ്രീൻ ചില്ലി സോസ്, പിന്നെ ചില്ലി സോസ്, ഇതെല്ലാം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഈ സോസുകളെല്ലാം. അപ്പം ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് ഉപ്പ് എന്തായാലും ഉണ്ടാവും. ഉപ്പ് ഇല്ലെങ്കിൽ വേണേൽ ഒരു നുള്ള് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടൊരു ഇത് കിട്ടും, മസാല കിട്ടും. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇതൊരു തിക്നെസ്സിന് വേണ്ടി, ഇതിൻ്റെ നമ്മുടെ മഞ്ചൂരിയൻ്റെ മേലെ ഒരു ഗ്ലൈസിങ് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോൺഫ്ലവറിൻ്റെ ഒരു സ്ലറി എന്ന് പറയും. കോൺഫ്ലവർ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് മിക്സ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൺഫ്ലവർ നന്നായിട്ട് കലക്കി അത് ഒഴിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ കട്ട് ചെയ്യും. അതുകൊണ്ട് അപ്പം തന്നെ നന്നായിട്ട് ഈ മസാലയായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഒരു ഗ്ലൈസിങ് സ്ട്രക്ചർ. ഞാൻ ഇച്ചിരി വെള്ളമൂടി അധികമാക്കാം. എന്നിട്ട് അതിനകത്തേക്ക് വേണം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടാനായിട്ട്.
കോൺഫ്ലവറിൻ്റെ സ്ലറി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നമുക്ക് കോളിഫ്ലവറും അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ആ സമയത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ചേർക്കുന്നത് മല്ലിയിലയാണ്. നല്ല ഫ്രഷായ മല്ലിയില ക്ലീൻ ചെയ്തത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ഇട്ട് ഇളക്കി അതിനകത്തേക്ക് നമുക്ക് മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം നമുക്കിതിനകത്ത് വെളുത്ത എള്ളില്ലേ അത് ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പം അതും ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയായി. അപ്പം നമുക്ക് കുട്ടികൾക്കോ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു സ്നാക്സായിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയോട് കഴിക്കാനോ എങ്ങനെ വേണേലും ഇത് ഉണ്ടാക്കി നോക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.